വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി ഉറങ്ങാനായി വരുന്ന വിക്രത്തെ വേദ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുക. കട്ടിലിൽ കയറി കിടന്ന വേദയെ വിക്രം താഴെ തിറക്കുന്നുണ്ട്. താഴെ പായ വിരിക്കുന്നതിനിടയിൽ റൂമിൽ ഇങ്ങനെ ആയാലും പുറത്തിറങ്ങുമ്പോൾ കുറച്ചൊരുമ കാണിക്കണമെന്ന് വേദ പറയുന്നുണ്ടെങ്കിലും 1000 വർഷം ഒരുമിക്കാമെന്ന് പറഞ്ഞാലും നമുക്കിടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിക്രം പറയണ കേട്ട് വേദ കളിയാക്കി ചിരിക്കുക. ഇത് കണ്ട് വിക്രം ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, നമുക്കിടയിൽ ഒന്നും സംഭവിക്കില്ല. കാരണം ആ വക കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സെറ്റാവില്ല. ആ രമ്യയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിച്ചതിൻ്റെ കാരണം എന്താ? പെൺ വിഷയത്തിൽ നിങ്ങളൊരു പരാജയമാവാനാണ് സാധ്യത എന്ന് വേദ പറയണ കേട്ട്, നീ റൂട്ട് മാറ്റി കളിച്ച് എൻ്റെ പുരുഷത്വത്തെ അപമാനിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നോക്കി. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ നോക്കാനല്ലേ? ഗാർഹിക പീഡനം, മാരിറ്റൽ റേപ്പ് എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാലോ. ആ പൂതി മനസ്സിൽ വെച്ചോ, എൻ്റെ അടുത്ത് ചിലവാവില്ല എന്ന് വിക്രം പറയണ കേട്ട് വേദ ചിരിച്ചോണ്ട്, സകല കലാ വല്ലഭൻ, പക്ഷേ വക തിരിവ് വട്ടപ്പൂജ്യം. വെട്ടുപോത്തെ, താനൊരു നിഷ്കളങ്കനായ ഗുണ്ടയാ, ഒരു പാവം ക്രൂരൻ എന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് വേദ കിടക്കുക. എന്നെ പേടിച്ച് നീ ലൈറ്റ് ഓഫ് ചെയ്യാതിരിക്കേണ്ടെന്ന് വേദ പറയുമ്പോൾ വിക്രം എണീറ്റ് ലൈഫ് ഓഫ് ചെയ്ത് കിടക്കുന്നുണ്ട്. അവിടെ വേദയുടെ അച്ഛൻ ശ്രീകാന്ത് വേദയോട് ചെയ്തത് ശരിയായില്ല. അവൾ വന്നത് കുഞ്ഞിനെ കാണാനല്ലേ? കുഞ്ഞുങ്ങൾക്ക് എന്ത് വൈരാഗ്യം, ലോകത്തോട് മുഴുവൻ പുഞ്ചിരിക്കാനല്ലാതെ അവർക്ക് എന്തറിയാൻ എന്നൊക്കെ തൻ്റെ സങ്കടം പത്മയോട് പറയുമ്പോൾ, അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഞാൻ അവനോട് സൂചിപ്പിക്കുകയും ചെയ്തു, കുഞ്ഞിനെ കാണാൻ വേദയെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. അമ്മായിയുടെ സ്ഥാനത്ത് നിന്ന് അവൾ വേണ്ടതെല്ലാം ചെയ്തിട്ട് പോട്ടെ എന്ന് പത്മ പറയണ കേട്ട്, അവൾ വിളിച്ചാലൊന്നും വരില്ലെന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്. നിങ്ങൾ വിളിച്ചാൽ അവൾ വരും. നിങ്ങൾ പറഞ്ഞതോർത്ത് അവൾക്ക് വിഷമമുണ്ടെന്നല്ലാതെ നിങ്ങളോട് അവൾക്ക് വൈരാഗ്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ രാവിലെ വേദയെ വിളിക്കാമെന്ന് ശങ്കരനാരായണൻ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീട്ടിൽ രാവിലെ ശ്രീജ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വവും ജോലിക്ക് പോവാൻ റെഡിയായി വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ചായയുമായി കമലാമ്മ വരുമ്പോൾ കൂടെ നന്ദിനിയും വരുന്നുണ്ട്. ആദ്യത്തെ ദിവസമായോണ്ട് നേരത്തെ ഇറങ്ങാമെന്ന് വിശ്വം പറയുമ്പോൾ, 2 ദിവസം കഴിഞ്ഞാൽ ശ്രീജേച്ചി പൊതിഞ്ഞു തരണ ചോറും കൊണ്ട് വല്ല ബീച്ചിലും പോയിരിക്കോ എന്ന് നന്ദിനി കളിയാക്കി ചോദിക്കണ കണ്ട്, നല്ല കാര്യത്തിനിറങ്ങുമ്പോൾ കുത്തുവാക്ക് പറയണമെന്ന് ചോദിച്ച് കമലാമ്മ അവളെ ശകാരിക്കുന്നുണ്ട്. ഈ നല്ല കാര്യം ഞങ്ങൾ ഒപ്പിച്ചതല്ലേന്ന് നന്ദിനി ചോദിക്കണ കേട്ട്, ഞങ്ങളോ? നീയല്ല, വിനായകൻ. നീ അവൻ്റെ ഭാര്യയായിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. ഇപ്പോൾ അവൻ നിൻ്റെ ഒക്കത്തായിരിക്കും. അവൻ കൊച്ചായിരുന്നപ്പോൾ ഇവൻ കുറേ ഒക്കത്തെടുത്തു നടന്നിട്ടുണ്ട്. ചേട്ടനും അനിയനും തമ്മിലുള്ള കാര്യത്തിൽ നീ കോലിട്ടിളക്കാൻ നോക്കണ്ട എന്ന് കമലാമ്മ അവളെ വഴക്ക് പറയണ കേട്ട് നന്ദിനി പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി ഈ വിശ്വേട്ടൻ പഴയതുപോലെ ആവാതെ നോക്കാമെന്ന് വിഷമത്തോടെ വിശ്വവും പറയുന്നുണ്ട്. ഇറങ്ങാൻ നോക്കുന്ന ശ്രീജ പറയുമ്പോൾ വിശ്വം അച്ഛൻ എവിടെയെന്ന് തിരക്കുന്നുണ്ട്. അച്ഛൻ രാവിലെ പുറത്ത് എങ്ങോട്ടാ പോയതാന്നറിയില്ല എന്ന് കമലാമ്മയും പറയാം. പിന്നീട് അവർ പുറത്തിറങ്ങുമ്പോഴേക്കും മാഷ് സൈക്കിളും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. നാളികേരം കൊടുത്ത കാശാന്ന് പറഞ്ഞ് കമലയുടെ കയ്യിൽ കുറച്ച് കാശ് വെച്ച് കൊടുത്തിട്ട് വിശ്വത്തിനും കുറച്ച് കാശ് കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മാഷ്. ശമ്പളം കിട്ടണവരെ ചെലവില്ലേ, പിന്നെ പുറത്ത് പോകുമ്പോൾ ചായയൊക്കെ കുടിക്കാലോ എന്ന് മാഷ് പറയുമ്പോൾ, ഇവിടെ എത്രയും ചിലവുള്ളപ്പോൾ ഇത് വേണ്ടെന്ന് വിശ്വം പറയുന്നുണ്ട്. നീ ഇവിടെ കുത്തിയിരുന്നപ്പോഴും ഈ കാശ് കൊണ്ടാ ചെലവ് നടന്നിരുന്നത്. നിന്റെ പങ്ക് തരുന്നെന്ന് വിചാരിച്ചാൽ മതി എന്ന് മാഷ് പറയണ കേട്ട് വിശ്വം വിഷമത്തോടെ നിൽക്കണ കണ്ട്, കണക്ക് പറച്ചിലൊരു ശീലമായി, അറിഞ്ഞോണ്ട് തരുന്നതാ, വെച്ചോ എന്ന് മാഷ് പറയുമ്പോൾ വിശ്വം അത് വാങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ വെച്ച് വിശ്വം വേദയെ കാണുന്നുണ്ട്. ജോലി അന്വേഷിച്ചിറങ്ങിയതാണെന്ന് വേദ പറയുമ്പോൾ വേദയ്ക്ക് ജോലിയുടെ ആവശ്യമുണ്ടോയെന്ന് വിശ്വം ചോദിക്കുക. പഠിക്കണ കാലത്ത് കിട്ടിയ സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ മുത്തശ്ശി തന്ന കുറച്ച് കാശുമുണ്ട്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിയാൻ പറ്റില്ലല്ലോ. എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയെ കാണാൻ ഇറങ്ങിയതാ. അവളൊരു വക്കീലിൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കും കൂടി ഒരു വേക്കൻസി ഉണ്ടോയെന്ന് ചോദിക്കാൻ പോയതാ എന്ന് വേദ പറയണ കേട്ട്, എല്ലാം ശരിയാവുമെന്ന് വിശ്വം പറയുമ്പോൾ പോവാൻ തുടങ്ങിയ വേദ തിരിഞ്ഞു നിന്ന്, ഇന്നലെ രാത്രി ശ്രീജേടത്തിയോട് നന്ദിനിയെടുത്തി ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വിശ്വേട്ടൻ 1 മാസം കൊണ്ട് ഈ ജോലി വിടുമെന്ന്. ആ പാപത്തിനെ ബെറ്റിൽ തോൽപ്പിക്കല്ലേ എന്ന് വിശ്വത്തിനിട്ട് താങ്ങി പറഞ്ഞിട്ട് വേദ പോവുക. പിന്നീട് വർഷയും ശ്രീകാന്തും സോഫയിൽ പേപ്പറും വായിച്ചിരിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. കുട്ടിയെ കളിപ്പിക്കുന്ന ദീപ്തിയെ കണ്ട് കുഞ്ഞിനെ നോക്കാൻ ഒരാളായെന്ന് മുത്തശ്ശി പറയുക. അപ്പോഴാണ് വേദയുടെ അമ്മ പത്മ കാപ്പിയും കൊണ്ട് ശങ്കരേട്ടന് കൊടുക്കാനായി മുകളിലേക്ക് പോകുന്നത്. കുറച്ചു കഴിഞ്ഞ് പത്മ
ഉച്ചത്തിൽ ശ്രീകാന്തിനെയും ദീപ്തിയെയും വിളിച്ചോണ്ട് ശങ്കരേട്ടൻ ഓടിവാ എന്നൊക്കെ വിളിച്ച് കരയണ കേട്ട് എല്ലാവരും കൂടി മുകളിലോട്ട് ഓടുക. ശങ്കരൻ അപ്പോൾ ബോധമില്ലാതെ കിടക്കണ കണ്ട് എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേദയ്ക്ക് ദീപ്തിയുടെ കോൾ വരിക. ചേച്ചി, അച്ഛന് രാവിലെ കാപ്പിയായിട്ട് അമ്മ ചെന്നപ്പോൾ അച്ഛൻ എണീറ്റില്ല. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുക. എനിക്ക് പേടിയാവുന്നു ചേച്ചി. സിറ്റി ഹോസ്പിറ്റലിലാ ചേച്ചി, വേഗം ഒന്ന് അങ്ങോട്ട് ചെല്ലോ എന്ന് ദീപ്തി പറയുമ്പോഴേക്കും റേഞ്ച് പോയി കോൾ കട്ടാവുക. എന്താ അവൾ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് വേദ വീണ്ടും കോൾ ചെയ്തെങ്കിലും കണക്റ്റ് ആയില്ല. ഇത് കണ്ട് അന്ന് മുത്തശ്ശി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദ ഓർക്കുക. നിങ്ങളെ തമ്മിലകറ്റാൻ അവരെന്തടവും പ്രയോഗിക്കും. എന്തുണ്ടായാലും ശ്രദ്ധിച്ച് ഇടപെടാവൂ എന്ന് മുത്തശ്ശി പറഞ്ഞതോർത്ത് ഇത് ചിലപ്പോൾ എന്തേലും തട്ടിപ്പാവും, കൂടുതൽ സംസാരിച്ചാൽ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചാവും ദീപ്തി കട്ട് ചെയ്തത്. അച്ഛൻ ഹോസ്പിറ്റലിലാണെങ്കിൽ അമ്മയോ മുത്തശ്ശിയോ വിളിക്കേണ്ടതല്ലേ? വെറുതെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് എന്നെ അങ്ങോട്ടെത്തിച്ച് കുറച്ചു കാലം അച്ഛനോടൊപ്പം നിർത്താനുള്ള വഴിയായിരിക്കും. ഏട്ടൻ്റെ പ്ലാനിൽ ദീപ്തിയും കൂടിയതാവും എന്നൊക്കെ ആലോചിച്ച് വേദ നിൽക്കുമ്പോഴാണ് കമലാമ്മ അങ്ങോട്ട് വന്ന് എന്താ ആലോചിക്കണേ? ഒന്നുമില്ലെന്ന് വേദ പറയുമ്പോൾ ചക്കപ്പുഴുക്കുണ്ടാക്കാൻ വേദയെ വിളിക്കുന്നുണ്ട് കമലാമ്മ. പിന്നീട് ഹോസ്പിറ്റൽ ICUവിൽ കിടക്കുന്ന ശങ്കരനാരായണനെയാണ് കാണിക്കുന്നത്. പുറത്തു തന്നെ പത്മയും മുത്തശ്ശിയും ശ്രീകാന്തും വർഷയും എല്ലാം ഉണ്ട്. സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പത്മയെ മുത്തശ്ശി ആശ്വസിപ്പിക്കുന്നുണ്ട്. ICUവിൽ നിന്നും ഡോക്ടർ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കൂടി ഡോക്ടറുടെ അടുത്തേക്ക് വിവരമറിയാനായി ചെല്ലുന്നുണ്ട്. ഒരു മൈൽഡ് അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഇത്രയ്ക്ക് സ്ട്രെസ് ഉണ്ടാവാൻ എന്താ സംഭവിക്കുന്നത്? BP ഒക്കെ കൺട്രോൾ ആയിട്ടുണ്ട്. കുറച്ചുകൂടി വൈകിയിരുന്നേൽ ഒരു ഭാഗം പാരലൈസ്ഡ് ആയി പോയേനെ. കുറച്ച് കഴിഞ്ഞ് നോക്കാം എന്ന് ഡോക്ടർ പറയുമ്പോൾ ഒന്ന് കയറി കാണാൻ പറ്റുമെന്ന് മുത്തശ്ശി ചോദിക്കുക. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കയറിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ റൂമിലോട്ട് മാറ്റും. അപ്പോൾ കാണാം. ജഡ്ജി അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല, കൂടുതലും മാനസിക പ്രശ്നങ്ങളാണ് ഉള്ളത്. അത് വരാതെ നോക്കേണ്ടത് നിങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുക. മുത്തശ്ശി ഇതും പറഞ്ഞ് ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അച്ഛനോടൊപ്പം മാത്രമേ താൻ നിന്നിട്ടുള്ളൂ, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ താൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ശ്രീകാന്ത് വാദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് നിന്ന പത്മ ശ്രീകാന്തിനോട് വേദയെ വിളിക്കണം, അവൾ വന്ന് അച്ഛനെ കാണട്ടെ എന്ന് പത്മ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.